റേഡിയോ ആക്ടിവിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ അടുത്തതായിട്ട് പഠിക്കുന്നത് റേഡിയോ ആക്റ്റീവ് സീരീസ്. അപ്പോൾ സീരീസ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കുറേയേറെ എലമെൻറ്റ്സ് ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണിത് റേഡിയോ ആക്റ്റീവ് സീരീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യം നമ്മളൊരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എടുത്തു എന്ന് വിചാരിക്കാം. അത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് ബി എന്ന സബ്സ്റ്റൻസ് ആയിട്ട് മാറിയെന്ന് കരുതുക. ഈ ബിയും മോസ്റ്റ് പ്രോബബ്ലി സ്റ്റേബിൾ ആയിരിക്കില്ല. അപ്പോൾ ബി ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് അടുത്തൊരു എലമെൻ്റായിട്ട് മാറും. ഇനി സിയും സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ല, അതെന്ത് ചെയ്യും, മറ്റൊരു എലമെൻ്റായിട്ട് മാറും. അപ്പോൾ ഇത്തരത്തിൽ ഡീകേ ചെയ്തു പോകുന്ന ഒരു ചെയിൻ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് റേഡിയോ ആക്റ്റീവ് സീരീസ്. അപ്പോൾ നമുക്കത് നോട്ട് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. മാസ് നമ്പർ ഒരുപാട് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറയുന്നു, സ്റ്റെബിലിറ്റി കുറയുന്നു അല്ലേ. അതാണ് പറഞ്ഞിരിക്കുന്നത്. Z = 82 to Z = 92 ആ റേഞ്ചിൽ വരുന്ന, ആ റേഞ്ചിൽ Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ അത് ഈ റേഞ്ചിൽ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അത് എലമെൻറ്റ്സ് എല്ലാം അൺസ്റ്റേബിളാണ്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് സ്റ്റേബിൾ ആകാൻ ശ്രമിക്കുന്നത് റേഡിയോ ആക്ടിവിറ്റി വഴിയാണ് അല്ലേ. ദേ ഡീകേ അല്ലെങ്കിൽ ദേ ഡിസൻറ്റഗ്രേറ്റ് ഇൻറ്റു സ്റ്റേബിൾ എലമെൻറ്റ്സ്. ദീസ് എലമെൻറ്റ്സ് ആർ ഓൾമോസ്റ്റ് ഓൾ എലമെൻറ്റ്സ് എക്സിബിറ്റ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി. നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് ഈ റേഞ്ചിലുള്ളത്. ഇനി അപ്പോൾ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ അൺസ്റ്റേബിൾ, സോ ദേ ഡിസൻറ്റഗ്രേറ്റ് ബൈ ഇജക്റ്റിംഗ് ആൽഫ പാർട്ടിക്കിൾ ഓർ ബീറ്റ പാർട്ടിക്കിൾ along with എ ഗാമ റേ. അപ്പോൾ അത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ആൽഫ പാർട്ടിക്കിളോ ബീറ്റ പാർട്ടിക്കിളിനെയോ എമിറ്റ് ചെയ്യുന്നതിനെയാണ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുക. കാരണം ആൽഫ പാർട്ടിക്കിളായാലും ബീറ്റ പാർട്ടിക്കിളായാലും ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് വേരി ചെയ്യും അല്ലേ. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് വേരി ചെയ്യുമ്പോൾ എലമെൻറ്റ് ചേഞ്ച് ചെയ്യും. പ്രോട്ടോണിൻ്റെ എണ്ണം മാറുമ്പോഴാണ് എലമെൻറ്റ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഡിസൻറ്റഗ്രേഷൻ നടക്കുമ്പോൾ ആൽഫ റേസ് എമിറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് ആൽഫ പാർട്ടിക്കിളാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ മാസ് നമ്പർ 4 കുറയുന്നു, അറ്റോമിക് നമ്പർ 2 കുറയുന്നു. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ് എലമെൻ്റാണ്, കാരണം അറ്റോമിക് നമ്പർ ചേഞ്ച് ചെയ്തു. ബീറ്റ പാർട്ടിക്കിൾ ആണെങ്കിൽ മാസ് നമ്പറിന് ചേഞ്ച് ഇല്ല, അറ്റോമിക് നമ്പർ 1 കൂടുന്നു. അപ്പോഴും പ്രോഡക്റ്റ് ഡിഫറെൻ്റ് എലമെൻ്റാണ്. അപ്പോൾ നമുക്കറിയാം ഒരു എലമെൻ്റ് മറ്റൊരു എലമെൻ്റായിട്ട് മാറുന്നു അല്ലേ, ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന എലമെൻറ്റിനെ നമ്മൾ വിളിക്കും പാരൻ, പിന്നെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് ഉണ്ടായ എലമെൻറ്റിനെ നമ്മൾ വിളിക്കും ഡോട്ടർ. ഒറിജിനൽ ന്യൂക്ലിയനെ പാരൻ ന്യൂക്ലിയ എന്ന് വിളിക്കും. പിന്നെ പുതിയതായിട്ടുണ്ടായ ന്യൂക്ലിയനെ നമ്മൾ വിളിക്കും ഡോട്ടർ ന്യൂക്ലിയ എന്ന് വിളിക്കും. ഓക്കെ, പാരൻറ്റും ഡോട്ടറും നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഉണ്ടായ ഡോട്ടർ ന്യൂക്ലിയ, പാരൻ്റ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്തുണ്ടായ ഡോട്ടർ ന്യൂക്ലിയ മോസ്റ്റ് പ്രോബബ്ലി റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ പിന്നെയും അത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും. ഓഫൺ ഡോട്ടർ ന്യൂക്ലിയ ഈസ് റേഡിയോ ആക്റ്റീവ് ആൻഡ് ഫർദർ ഡിസൻറ്റഗ്രേറ്റ്സ് ഇൻറ്റു അനദർ ന്യൂക്ലിയ. ദ പ്രോസസ് കണ്ടിന്യൂസ് ടിൽ എ സ്റ്റേബിൾ ന്യൂക്ലിയസ് ഫോംസ്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് പിന്നെയും ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും, ഉണ്ടായത് പിന്നെയും ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഈ സീരീസ് എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഏതുവരെ? ടിൽ എ സ്റ്റേബിൾ ന്യൂക്ലിയസ് ഫോംസ്. അപ്പോൾ അതിനെയാണ് നമ്മളിങ്ങനൊരു കാണിച്ചിരിക്കുന്നത്. എ ഉണ്ടായി, അതാണ് പാരൻ്റ്. അതിൽ നിന്ന് ബി ഉണ്ടായി, ഡോട്ടറാണ്. അതിൽ നിന്ന് സി ഉണ്ടായി. അപ്പോൾ ഈ പ്രോസസ്സിൽ ബി എന്ന് പറയുന്ന പാരൻറ്റും സി എന്ന് പറയുന്ന ഡോട്ടറുമാണ്. അപ്പോൾ അത് ഏതാണോ പ്രോസസ്സ് നമ്മൾ എടുക്കുന്നത് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആരാണോ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് അത് പാരൻറ്റും, ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് ഉണ്ടായി വരുന്ന ആൾ ഡോട്ടറും. അപ്പോൾ അത് ഓർത്തോളാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, അടുത്തത് ബി സി ആകുന്നു, സി ഡി ആകുന്നു, ഇ ആയി. അപ്പോൾ ഇ ആയപ്പോൾ ഇ എന്ന് പറയുന്ന എലമെൻറ്റ് സ്റ്റേബിളാണ്. അപ്പോൾ പ്രോസസ്സ് അവിടെ കൊണ്ട് നിൽക്കും. ഓക്കെ. അപ്പോൾ ദിസ് ചെയിൻ ഓഫ് ഡിസൻറ്റഗ്രേഷൻ കണ്ടിന്യൂസ് ടിൽ ആൻ ആറ്റം വിച്ച് ഈസ് സ്റ്റേബിൾ ആൻഡ് നോട്ട് റേഡിയോ ആക്റ്റീവ് ഈസ് ഫോംഡ്. These chains of disintegrations are called
റേഡിയോ ആക്റ്റീവ് സീരീസ്. അപ്പോൾ ഇതിനെയാണ് റേഡിയോ ആക്റ്റീവ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട 4 റേഡിയോ ആക്റ്റീവ് സീരീസാണുള്ളത്. ഇത്തരത്തിലുള്ള 4 മെയിൻ സീരീസാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് യുറാനിയം സീരീസ്. യുറാനിയം സീരീസിൽ നമുക്ക് ഇപ്പം ഓർക്കുക, നമ്മൾ 4 സീരീസ് പറയും. അതിൽ മെയിനായിട്ട് പറയുക അത് എവിടെ തുടങ്ങുന്നു, ഏതാണ് ആദ്യം വരുന്ന പാരൻറ്റ്, ആദ്യം തുടങ്ങുന്ന ആളില്ലേ, ആ സീരീസ് തുടങ്ങുന്ന ആളും പിന്നെ അവസാനിക്കുന്നത് എവിടെ എന്നുള്ളതുമാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ പോയിൻ്റ് പറയാം. അപ്പോൾ അവസാനിക്കുന്ന ആൾ പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, അവസാനിക്കുന്ന ആൾ ആരായിരിക്കും? ഒരു സ്റ്റേബിൾ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ 4 സീരീസ് ഉണ്ടെന്ന് പറഞ്ഞു. 4 സീരീസിലും എൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് 4 എണ്ണത്തിലല്ല 3 എണ്ണത്തിൽ എൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് ലെഡാണ്. ലെഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ എലമെൻ്റാണ്. പിന്നെ ബാക്കി വരുന്ന 1, അതായത് 3 എണ്ണത്തിൽ ലെഡും 1 ബിസ്മത്തുമാണ്. ഓക്കെ, അത് ഇപ്പോഴേ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാൻ ലെഡെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരേ തരം ലെഡല്ല, ലെഡിൻ്റെ ഡിഫറെൻറ്റ് ഐസോടോപ്സ് ആയിരിക്കും. ഓക്കെ, മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ യുറാനിയം സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് യുറാനിയത്തിലാണ്. യുറാനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 92, മാസ് നമ്പർ 238 നോട്ട് ചെയ്യുക. ഇനി തീരുന്നത് ലെഡിലാണ്. ഓക്കെ, ലെഡിൻ്റെ അറ്റോമിക് നമ്പർ 82, മാസ് നമ്പർ 206. അടുത്തത് വന്നിട്ട് തോറിയം സീരീസാണ്. തോറിയം സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തോറിയം അറ്റോമിക് നമ്പർ 90, മാസ് നമ്പർ 232. എൻഡ് ചെയ്യുന്നത് ലെഡിലാണ്. അറ്റോമിക് നമ്പർ പറഞ്ഞു 82 ആണ്, മാസ് നമ്പർ 208. അപ്പോൾ നേരത്തെ എടുത്ത എത്രയാണ്? 206 ആണ്, ഇപ്പോൾ 208 ആണ്. കണ്ടോ, ലെഡിൻ്റെ മാസ് നമ്പർ ഡിഫറൻ്റായി, ഐസോട്ടോപ്പ് ആണെന്ന് പറയാനാണ്. മൂന്നാമത്തെ സീരീസ് ആക്ടീനിയം സീരീസ്. സ്റ്റാർട്ട് ചെയ്യുന്നത് യുറാനിയം 92, 235. എൻഡ് ചെയ്യുന്നത് ലെഡ് 282, 207. കണ്ടോ, പിന്നെയും മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്, അതായത് ഇത് ലെഡിൻ്റെ ഒരു ഐസോട്ടോപ്പാണ്. ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ യുറാനിയം 238 ആണ്, ഇവിടെ 235 ആണ്. ഇതാണ് ആക്ടീനിയം സീരീസ്, ഡിഫറൻ്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ യുറാനിയം സീരീസിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് യുറാനിയം 238 ആണ്, ഇവിടെ 235 ആണ്, അത് ശ്രദ്ധിക്കുക. നാലാമത്തെ സീരീസ് നെപ്റ്റ്യൂണിയം സീരീസ്. പ്ലൂട്ടോണിയത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നത് ബിസ്മത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 4 സീരീസ്. അപ്പോൾ ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോയി, നിങ്ങൾ ഒന്നുകൂടെ ബാക്കിൽ പോയി നോക്കിയാൽ മതി. ജസ്റ്റ് ഇത് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു അതൊന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് എഴുതിയെടുത്ത് പഠിച്ചാൽ മതി. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സീരീസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഇത്തരത്തിലൊരു ABCD ഇങ്ങനെ ഒരു സീരീസ് ഉണ്ടെങ്കിൽ ഈ വരെ നമുക്ക് എഴുതാം. ഈ ആണ് സ്റ്റേബിൾ എലമെൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ സ്റ്റേബിൾ എലമെൻറ്റിൽ വന്നിട്ട് ഈ സീരീസ് സ്റ്റോപ്പ് ആകും. അപ്പോൾ ഇങ്ങനെ ഒരു റേഡിയോ ആക്റ്റീവ് സീരീസ് നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ Aൻ്റെ പീരീഡ് കുറച്ച് ലോങ് ആണെന്ന് വിചാരിച്ചു, ഹാഫ് ലൈഫ് പീരീഡ്, കുറേ കാലം ഇതിന് എക്സിസ്റ്റ് ചെയ്യാമെങ്കിൽ, അപ്പോൾ A ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ B ഉണ്ടാകുന്നുണ്ട്, B ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് C ഉണ്ടായി, C ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് D ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഡിസിൻറ്റഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ഈ Aയും Bയും Cയും എല്ലാം ആ സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ഒരു സമയത്ത് ഈ 5 എലമെൻറ്റും അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ടാകാം അല്ലേ. Aയ്ക്കും Bയ്ക്കും Cയ്ക്കും എല്ലാം ലോങ് ലൈഫാണുള്ളതെങ്കിൽ ഈ എല്ലാ എലമെൻസും ഒരേ സമയം ആ സിസ്റ്റത്തിൽ ഉണ്ടാകാം അല്ലേ, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിൽ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് അറ്റ് എ ടൈം നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഈ ഓരോ എലമെൻസിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ്, അതിൻ്റെ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ലോ ഓഫ് സക്സസീവ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്താം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു റേഡിയോ ആക്റ്റീവ് സീരീസ് കൺസിഡർ ചെയ്യാണ്. ABCDE. E ഈസ് ദ സ്റ്റേബിൾ എൻഡ് പ്രോഡക്റ്റ്. സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയിലാണ്. ഇനി ഇഫ് A ഹാസ് എ ലോങ് ലൈഫ്, ഓൾ ABCD ആൻഡ് E വിൽ ബി പ്രസൻറ്റ് അറ്റ് എ ടൈം. അപ്പോൾ Aക്ക് ഒരു ലോങ് ലൈഫാണുള്ളതെങ്കിൽ എന്തായിരിക്കും, എല്ലാ എലമെൻസും ഒരേ സമയത്ത് പ്രസൻ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്.
we can calculate their number that exist in the mixture at a particular instant of time. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഓരോ എലമെൻറ്റ്സ്, ഇപ്പോൾ എ എത്രയുണ്ട്, ബി എത്രയുണ്ട്, സി എത്രയുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ അതിനൊരു ആദ്യം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കണ്ടുപിടിക്കാതെ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ബിയുടെ എടുത്ത് ഇക്വേഷൻ എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബിയുടെ റിലേറ്റീവ് അബൻഡൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോവാണ്. റിലേറ്റീവ് അബൻഡൻസ് ഓഫ് ബി അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. അപ്പോൾ ബിയുടെ ഒരു സമയത്തെ നമ്പർ ഓഫ് ആറ്റംസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബി എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം, ബി എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം, എ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് ബി ആകുന്നുണ്ട്. അപ്പോൾ അതാണ് റേറ്റ് ഓഫ് ഗ്രോത്ത് അല്ലേ, റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ ഓഫ് എ ഡിസൻറ്റഗ്രേറ്റ് ബി ആകുന്നുണ്ട്. അപ്പം എയുടെ ഡിസൻറ്റഗ്രേഷൻ നോക്കിയാൽ ബി എത്രത്തോളം കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലാകാം. അതോടൊപ്പം ബി ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ബി എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് ബിയിലുണ്ടാകുന്ന ഇൻക്രീസും, ഇത് കാണിക്കുന്നത് ബിയിലുണ്ടാകുന്ന ഇൻക്രീസും, ഇത് കാണിക്കുന്നത് ബിയിലുള്ള ഡിക്രീസും. അപ്പോൾ ഇത് രണ്ടും കൺസിഡർ ചെയ്താൽ ഒരു സമയത്ത് ബി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി സീറോ ടൈമിൽ, അപ്പോൾ നമുക്കിത് ചെയ്യേണ്ട പ്രോസസ്സിലേക്ക് പോവാണ്. ഒന്നുമില്ല, ബിയുടെ റിലേറ്റീവ് അബൻഡൻസ് എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ രണ്ട് കാര്യമാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. എ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് ബി ആകുകയാണ്, അപ്പോൾ റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ ഓഫ് എ നോക്കണം. അതോടൊപ്പം ബി ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് സി ആയി മാറിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ ഓഫ് ബിയും നോക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കാൽക്കുലേഷൻ പ്രോസസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ സീറോ ടൈമിൽ നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമ്പർ ഓഫ് എ ആറ്റംസ് N0 എന്ന് എടുത്തു. സീറോ ടൈമാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ആര് മാത്രമേ ഉള്ളൂ, എ മാത്രമേ ഉള്ളൂ. അപ്പോൾ എ മാത്രമേ ഉള്ളൂ, അപ്പോൾ ബിയുടെ എണ്ണം എത്ര, 0. ഇത് 0 ആണ്. ഓക്കെ, ഇനി ഒരു ടി സമയത്തിന് ശേഷം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എ ഡിസൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയുടെ നമ്പർ ചേഞ്ച് ചെയ്ത് N1 ആയിട്ട് മാറി. അതേപോലെ എ ഡിസൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ബി ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, എ ഡിസൻറ്റഗ്രേറ്റ് ബി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ബിയുടെ എണ്ണം എത്ര, N2. ഓക്കെ, ബിയുടെ എണ്ണം N2. ഇനി നമുക്ക് എപ്പോഴും അറിയാം, റേഡിയോ ആക്ടിവിറ്റി പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ആര്, ഡീകേ കോൺസ്റ്റൻറ്റ്. അതുണ്ടെങ്കിലേ നമുക്ക് ഹാഫ് ലൈഫ്, മീൻ ലൈഫും എല്ലാ കാര്യങ്ങളും എത്രത്തോളം ഡീകേ ഉണ്ട്, റേറ്റ് ഓഫ് ഡീകേ എല്ലാം പറയണമെങ്കിൽ ആര് വേണം, ഡീകേ കോൺസ്റ്റൻറ്റ് വേണം. അപ്പോൾ എയുടെ ഡീകേ കോൺസ്റ്റൻറ്റ് λ1 എന്നെടുത്തു, ബിയുടേത് λ2 എന്നെടുത്തു. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് റേറ്റ് ഓഫ് ഡീകേ ഓഫ് എ അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ബി അറ്റ് ടൈം ടി. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ടി എന്ന സമയത്തിൽ എ എത്രത്തോളം ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നു അത്രത്തോളം ബി ഉണ്ടാകുന്നു അല്ലേ. റേറ്റ് ഓഫ് ഡീകേ ഓഫ് എ എത്രത്തോളം ഡീകേ ചെയ്യുന്നു ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ബി. അതാണ് എന്ത്, എത്രത്തോളം ബി ഉണ്ടാകുന്നു എന്നുള്ളത്. എ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് ബി ആയിട്ട് മാറുകയാണ്, അപ്പോൾ രണ്ടും ഈക്വലാണ്. അപ്പോൾ അത് എത്രയാണ്, കാരണം റേറ്റ് ഓഫ് ഡീകേ നമുക്കറിയാം λ1 N1. ടി ടൈമിലാണ്. ടി ടൈമിൽ റേറ്റ് ഓഫ് ഡീകേ ഇസ് പ്രപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ എയുടെ ഡിസൻറ്റഗ്രേഷൻ പറയുമ്പോൾ നമ്പർ ഓഫ് എ ആറ്റംസ് ഇനി പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലേ. ഡീകേ കോൺസ്റ്റൻറ്റ് ഏതെടുക്കണം, എയുടെ ഡീകേ കോൺസ്റ്റൻറ്റ് എടുക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്, റേറ്റ് ഓഫ് ഡീകേ ഓഫ് എ അറ്റ് ടൈം ടി ഈസ് പ്രപ്പോർഷണൽ ടു N1 അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു λ1 N1. അത് തന്നെയാണ് എന്ത്, റേറ്റ് ഓഫ് ഡീകേ ഓഫ് ബി അറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ബി അറ്റ് ടൈം ടി. അപ്പോൾ അത് നമ്മൾ എഴുതി വെച്ചു. അടുത്ത് നമുക്ക് എന്താ വേണ്ടുന്നത്, അപ്പോൾ എ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് ബി ആകുന്നത് നമ്മൾ എഴുതി. ഇനി ബി ഡിസൻറ്റഗ്രേറ്റ് സി ആകുമ്പം ബി കുറയൂലേ, അതെഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റേറ്റ് ഓഫ് ഡീകേ ഓഫ് ബി അറ്റ് ഇൻസ്റ്റൻറ്റ് ടി അത് നമുക്കറിയാം, അത് N2. അതായത് ബി അപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിന് പ്രപ്പോർഷണലാണ്, ഈസ് ഈക്വൽ ടു λ2 N2. ഇതെന്ന് പറയുന്നത് ബിയുടെ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. N1 എന്ന് പറയുന്നത് ടി ടൈമിൽ എയുടെ നമ്പർ ഓഫ് ആറ്റംസും N2 എന്ന് പറയുന്നത് ടി ടൈമിൽ ബിയുടെ നമ്പർ ഓഫ് ആറ്റംസുമാണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ശ്രദ്ധിച്ചോളണം ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത്. റേറ്റ് ഓഫ് ഡീകേ എന്ന് പറയുന്നത് ആ സമയത്ത് ആ പാർട്ടിക്കിൾ എത്ര എണ്ണമുണ്ട് എന്നുള്ളതിന് പ്രപ്പോർഷണലായിരിക്കും, ഓർത്തോളുക. സീറോ ടൈമിലല്ല, ടി ടൈമിൽ. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടുപിടിക്കാം നെറ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ആണ് എഴുതുന്നത് ഇൻ ദ നമ്പർ ഓഫ് ബി ആറ്റംസ്. അപ്പോൾ ബി ആറ്റംസിൻ്റെ ഇൻക്രീസ് ആണ്. അപ്പോൾ dN2/dt റേറ്റ് ഓഫ് ഡീകേ ആയാലും റേറ്റ് ഓഫ് ഇൻക്രീസ് ആയാലും ഇങ്ങനെ തന്നെ എടുക്കാം dN2/dt.
അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന N2 എന്ന് പറയുന്നത് N2 ഇസ് ദ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ബി ആറ്റംസ് ഇൻ എ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം dt സമയത്തിൽ dN2 ആറ്റംസ് ഉണ്ടാകുന്നുവെങ്കിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് എങ്ങനെ എഴുതാം dN2/dt. അപ്പോൾ N2 എന്ന് പറയുന്നത് ബി ആറ്റംസിൻ്റെ എണ്ണമാണ്, അത് ഓർത്തോളുക. അപ്പോൾ റേറ്റ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ആണ് എഴുതുന്നത്. അപ്പോൾ എത്തരത്തിൽ ഇതിന് ഇൻക്രീസ് ഉണ്ടാകാം? A ഡീക്കേ ചെയ്ത്, അപ്പോൾ A ഡീക്കേ ചെയ്യുന്ന റേറ്റ് λ1n1. ഇനി ഇതിന് എങ്ങനെ കുറവുണ്ടാകാം? ബി ഡീക്കേ ചെയ്യുന്നതനുസരിച്ചിട്ടല്ലേ, ഇതിൽ കുറവല്ലേ ഉണ്ടാകുന്നത്, കാരണം ബി സി ആകുമ്പോൾ ബിയുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ അവിടെ എന്തെടുക്കണം? -λ2n2. ഇത് ബിയുടെ ഡീക്കേ കാണിക്കുന്നു, ഇത് എയുടെ ഡീക്കേ കാണിക്കുന്നു അല്ലേ. അപ്പോൾ രണ്ടും എന്ത് ചെയ്യാണ്? രണ്ടുമല്ല, എ ഡീക്കേ ചെയ്യുമ്പോൾ ബി കൂടുന്നു, ബി ഡീക്കേ ചെയ്യുമ്പം ബി കുറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മൈനസ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ പ്ലസ്. അപ്പോൾ അത് നോക്കാം. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം N1 എന്ന് പറയുന്നത് എയുടെ നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് ടൈം ടി ആണ്. അതെന്ന് പറയുന്നത് N0, അതായത് എയുടെ 0 ടൈമിലെ നമ്പർ ഓഫ് ആറ്റംസ് e⁻−λ1t. ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ, എപ്പോഴും നമ്മൾ എഴുതുന്ന ഇക്വേഷൻ തന്നെ എഴുതി, എ ആറ്റംസിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ കിടക്കുന്ന λ1n1, ഇതിനകത്ത് ആ N1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? N0 e⁻−λ1t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. കണ്ടോ, dN2/dt = λ1 N0 e⁻−λ1t -λ2n2. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം, ഡി ഒക്കെ കിടക്കുന്നുണ്ട്, എന്തായാലും നമുക്ക് d/dt കിടക്കുന്നുണ്ട്, ഇൻ്റഗ്രേഷൻ വേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരേപോലെയുള്ളതിനെല്ലാം ഒരു വശത്തേക്ക് കൊണ്ടുപോകാം. ആരാ? N2നെ എല്ലാം ഒരു വശത്തേക്ക് കൊണ്ടുപോകാം. N2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ dN2/dt + λ2n2 = λ1 N0 e⁻−λ1t. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തു. ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡെന്ന് പറയുന്നത്, രണ്ട് വശവും e⁻λ2t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് വശവും e⁻λ2t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്, കണ്ടോ, എല്ലാ ടേമിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഈ ഫസ്റ്റ് ടേം നോക്കാം. ഇതിനെ ഏത് രീതിയിൽ എഴുതാൻ പറ്റും? d/dt ഓഫ് N2 e⁻λ2t എന്ന് എഴുതാൻ പറ്റും. ഒന്ന് നോക്കാം, ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെ ടേം വരും? ആദ്യം N2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, dN2/dt e⁻λ2t പ്ലസ് അടുത്തത് N2നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് e⁻λ2tനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത്, അപ്പോൾ λ2 e⁻λ2t അല്ലേ. അപ്പോൾ അത് തന്നെയല്ലേ ഈ കിടക്കുന്ന ഈ സാധനം അല്ലേ, dN2/dt e⁻λ2t പ്ലസ് λ2n2 e⁻λ2t. അപ്പോൾ സെയിം തന്നെ. അപ്പോൾ നമുക്ക് ഈ LHSനെ ഈ രീതിയിൽ മാറ്റി എഴുതാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് തന്നെ, നമ്മൾ എഴുതിയത് ശരി തന്നെ, പ്രശ്നമൊന്നുമില്ല. അതായത് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ ഇങ്ങനെ എഴുതി, പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് ഇവിടത്തേനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു നോക്കുക. ഇത് e⁻m × e⁻n ഈസ് e⁻m + n അല്ലേ, നമുക്കറിയാവുന്ന ജനറൽ ഇക്വേഷൻ തന്നെയാണ്. എക്സ്പോണൻഷ്യലിൻ്റെ കാര്യത്തിൽ അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്തെടുക്കാം? λ1 N0 e⁻λ2 -λ1 × t. അപ്പോൾ അതും എഴുതി. അപ്പോൾ നമുക്ക് ഇതൊരു d/dt ഫോമിൽ കിടക്കുന്നു. വി ക്യാൻ ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ്, രണ്ട് വശം ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ, dt. അപ്പോൾ ഇങ്ങനെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഏത് പുറത്തേക്ക് വരും, ഈ N2 e⁻λ2t അല്ലേ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. കാരണം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു dt ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടും N2 e⁻λ2t അല്ലേ ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ λ1
n0 നമുക്ക് പുറത്തേക്ക് എടുക്കാം. e⁴ മൈനസ് λ1t ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e⁴ മൈനസ് λ1t ഡിവൈഡഡ് ബൈ λ2 മൈനസ് λ1. അപ്പോൾ അതാണ് ഇതാ താഴേക്ക് എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ലിമിറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷന് കൂടെ കൊടുക്കണം. ഈ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇനിഷ്യൽ വാല്യൂ കൊടുത്തിട്ടല്ലേ. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ നമുക്കറിയാം. ടൈം 0 ആയിരിക്കുമ്പോൾ n2 എന്ന് പറയുന്നത് അതിനകത്തില്ല അല്ലേ, ബിയുടെ എണ്ണമാണ്, ബി അതിനകത്തില്ല. അപ്പോൾ n2 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ, ബി ആറ്റംസ് ഇല്ല, n2 ഈസ് 0. അപ്പം നമ്മൾ അതിവിടെ കൊടുത്തു നോക്കാം. ഈ ഇക്വേഷനിലേക്ക് ഇനിഷ്യൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n2 0 ആണ്, ഈസ് ഈക്വൽ ടു λ1 ബൈ λ2 മൈനസ് λ1 n0 പ്ലസ് c അല്ലേ. കാരണം നമ്മൾ ടൈം 0 കൊടുത്തു, അപ്പോൾ ഈ ടേമും പോയി. ഇത് 0 ആണ്, ഇവിടെ 0 കൊടുക്കുമ്പോൾ e⁴0 ഈസ് 1. അപ്പോൾ അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്, പ്ലസ് സി. അപ്പോൾ സിയുടെ വാല്യൂ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ഈ ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനിലേക്ക് രണ്ട് കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടൈം 0 ആണ്, ടൈം 0 ആകുമ്പോൾ n2 0 ആണ്. അത് സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. സിയുടെ വാല്യൂ നമുക്ക് എന്തായിട്ട് കിട്ടും? മൈനസ് λ1 ബൈ λ2 മൈനസ് λ1 n0 എന്ന് കിട്ടും. ഓക്കെ, ഇനി അത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും n2 e⁴ λ2t ഈക്വൽ ടു λ1 ബൈ λ2 മൈനസ് λ1 n0 e⁴ മൈനസ് λ1t മൈനസ് സി പ്ലസ് സി കിടന്നെടുത്ത് ഇപ്പോൾ എന്തായിട്ട് മാറും? മൈനസ് λ1 ബൈ λ2 മൈനസ് λ1 n0 എന്ന് കിട്ടും. ജസ്റ്റ് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തെങ്കിലും സ്റ്റെപ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഡിസ്കഷൻ ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. എന്താ റീഅറേഞ്ച് ചെയ്യാം? λ1 ബൈ λ2 മൈനസ് λ1 നമുക്ക് കോമൺ എടുക്കാം അല്ലേ, n0നെയും കോമൺ എടുക്കാം. അപ്പോൾ അതെങ്ങനെയായി മാറും? ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? n2 e⁴ λ2t ഈക്വൽ ടു, നമ്മളിത് രണ്ടും കോമൺ എടുത്തതാണ്, λ1 ബൈ λ2 മൈനസ് λ1 n0 കോമൺ ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. പിന്നെ ബാക്കി വരുന്ന എന്ത് മാത്രമേ ഉള്ളൂ? e⁴ λ2 മൈനസ് λ1t മൈനസ് 1. ഓക്കെ, അടുത്ത് നമുക്ക് വേണ്ടുന്നത് n2 ആണ് അല്ലേ. നമ്മൾ തുടങ്ങിയത് തന്നെ ഒരു സമയത്ത് ബി ആറ്റംസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ n2 എന്ന് വിളിച്ചത്. അപ്പോൾ n2 കണ്ടുപിടിക്കുക. അപ്പോൾ n2 കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒരു അഡീഷണൽ ടേം കിടപ്പുണ്ട്, e⁴ λ2t, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്തൊക്കെ നിൽക്കും? ഈ ടേം അതുപോലെയുണ്ട്, λ1 ബൈ λ2 മൈനസ് λ1. ഇതുകൊണ്ട് n0 e⁴ λ2t കൊണ്ട് ഇവിടെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം എന്തായിട്ട് മാറും? e⁴ മൈനസ് λ1t. ഈ ടേം എങ്ങനെ മാറും? e⁴ λ2 മൈനസ് λ1 മൈനസ് λ2t ആയിട്ട് മാറും അല്ലേ. താഴെ ഒരു e⁴ λ2t വന്നു അല്ലേ. അപ്പോൾ അതായത് e⁴ λ2 മൈനസ് λ1 t ഡിവൈഡഡ് ബൈ e⁴ λ2t അല്ലേ. ഈ e⁴ λ2t മുകളിൽ പോകുമ്പോൾ e⁴ മൈനസ് λ2t ആവും. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ λ2 അങ്ങ് പോകും. അപ്പോൾ e⁴ മൈനസ് λ1t മാത്രം നിൽക്കും. പിന്നെ അടുത്ത ടേം 1 ബൈ e⁴ λ2t. അതെന്തായിട്ട് മാറും? മൈനസ് e⁴ മൈനസ് ഇതിൻ്റെ മൈനസ്, ഇത് മുകളിലേക്ക് പോകുമ്പോൾ e⁴ മൈനസ് λ2t. ഒന്നുകൂടെ നോക്കുക, ഒന്നുമില്ല, ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. n2നെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി e⁴ λ2t കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏത്? RHS ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോ ഓഫ് സക്സസീവ് ഡിസൻറ്റഗ്രേഷൻ. n2ൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടി. ഇതേ രീതിയിൽ നമ്മൾ സിയുടെയോ ഡിയുടെയോ ഒക്കെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഈസ് ലോ ഓഫ് സക്സസീവ് ഡിസൻറ്റഗ്രേഷൻ.